എൻ ദൈവമേ നിനക്കായി ദാഹിക്കുന്നേ എന്നുള്ളം. എൻ ദൈവമേ നിനക്കായി ദാഹിക്കുന്നേ എന്നുള്ളം. കാന്താവരവരെ പാലിക്ക നിൻ കൃപയിൽ. കാന്താവരവരെ പാലിക്ക നിൻ കൃപയിൽ. നിൻ ചിറകിൻ നിഴലന്നഭയസ്ഥാനം ആയതിനാലെന്നുമേ. നിൻ ചിറകിൻ നിഴലന്നഭയസ്ഥാനമായതിനാലെന്നുമേ. ഉള്ളം പ്രകാശിക്കുന്നേ, നന്ദി നിറഞ്ഞിടുന്നേ. ഉള്ളം പ്രകാശിക്കുന്നേ, നന്ദി നിറഞ്ഞിടുന്നേ. എൻ ദൈവമേ നിനക്കായി ദാഹിക്കുന്നേ എന്നുള്ളം. കാന്താവരവരെ പാലിക്ക നിൻ കൃപയിൽ. കാന്താവരവരെ പാലിക്ക നിൻ കൃപയിൽ. പാരീതിൽ പാടുകളേറിടുമ്പോൾ പാദങ്ങളിടറിടാതെ. പാരീതിൽ പാടുകളേറിടുമ്പോൾ പാദങ്ങളിടറിടാതെ. കൈക്കു പിടിച്ചിടുക, എന്നെ മുറ്റും നടത്തിടുക. കൈക്കു പിടിച്ചിടുക, എന്നെ മുറ്റും നടത്തിടുക. എൻ ദൈവമേ നിനക്കായി ദാഹിക്കുന്നേ എന്നുള്ളം. കാന്താവരവരെ പാലിക്ക നിൻ കൃപയിൽ. കാന്താവരവരെ പാലിക്ക നിൻ കൃപയിൽ. ലോകത്തിൻ മോഹങ്ങൾ വിട്ടൊഴിഞ്ഞു ഞാൻ നിൻ പാദഗമിച്ചിടുവാൻ. ലോകത്തിൻ മോഹങ്ങൾ വിട്ടൊഴിഞ്ഞു ഞാൻ നിൻ പാദഗമിച്ചിടുവാൻ. ആശിഷമരുളിടുക, എന്നെന്നും കാത്തിടുക. ആശിഷമരുളിടുക, എന്നെന്നും കാത്തിടുക. എൻ ദൈവമേ നിനക്കായി ദാഹിക്കുന്നേ എന്നുള്ളം. കാന്താവരവരെ പാലിക്ക നിൻ കൃപയിൽ. കാന്താവരവരെ പാലിക്ക നിൻ കൃപയിൽ. താങ്ക് യു പാസ്റ്റർ. നമ്മുടെ KU ശിവ പാസ്റ്ററിന്റെ അർത്ഥാംഗിനി ബെറ്റർ ഹാഫ് ഷൈനി സിസ്റ്ററാണ് വോളണ്ടിയർ ആയിട്ട് പാടിയത്. സ്തോത്രം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മാരാമൺ കൺവെൻഷൻ ഗാനമാണ്. വളരെ ഹൃദ്യമായി ഭക്തിയോടെ
ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചും ദൈവത്തിനു വേണ്ടി കൊതിച്ചും കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഗാനം. എൻ ദൈവമേ നിനക്കായി ദാഹിക്കുന്നേ എന്നുള്ള സ്തോത്രം. ഷോൺ വന്നിട്ടുണ്ട്. ഷോണിന് ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ട് നമ്മുടെ സമയത്ത് എത്താൻ പറ്റിയില്ല. അതിനൊത്തിരി അപ്പോളജി ഒക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. നോ നീഡ് ഓഫ് അപ്പോളജി മോനെ, വി നോ ഇറ്റ്. സ്തോത്രം. നമുക്കറിയാം ഷോൺ കാനഡയിലാണ്. ഇങ്ങോട്ട് എനിക്കിന്ന് മെസ്സേജ് അയച്ചു പറയുകയായിരുന്നു, ഇന്നും നാളെയും 2 ദിവസം ഫ്രീ ആയിട്ടുണ്ട്, ഒരു ദിവസം പാടാൻ ആളില്ലെങ്കിൽ പാടാമെന്ന്. അങ്ങനെയാണ് ഇന്ന് ഏറ്റത്. പക്ഷെ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് അടുത്ത ദിവസം പാടിയാൽ മതി. നോ പ്രോബ്ലം, വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നോ നീഡ് ഓഫ് അപ്പോളജി. സ്തോത്രം. വി നോ യു. ഞങ്ങൾ ഷോണിനെ അറിയുന്നു. സ്തോത്രം. ഓക്കെ മോനെ, സോ ഡോണ്ട് വറി. കർത്താവിന്റെ വരവ് വരെയും കാന്ത പാലിക്കാൻ നിൻ കൃപയിൽ എന്നുള്ള സമർപ്പണത്തോടെ നമ്മുടെ ജീവിതകാലം കഴിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാവശ്യവും കൂടെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ പ്രിയനായവനിൽ തിരഞ്ഞെടുത്ത നമ്മുടെ പിതാവായ ദൈവത്തിന് ഞാൻ സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ രക്ഷയും രക്ഷകനുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളും അഭിവാദനങ്ങളും എല്ലാ കർത്താവിന്റെ ദാസന്മാരെയും ദൈവമക്കളെയും ഈ സമയത്ത് അറിയിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ധാരാളമായി നമ്മുടെ മേൽ വീണ്ടും ചൊരിയപ്പെടേണ്ടതിനുള്ള സമർപ്പണത്തോടെ നമുക്ക് നമ്മുടെ ജീവിതകാലം കഴിക്കാം. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ രക്ഷയായ ദൈവം, അവൻ നമ്മുടെ ദുർഗമാകയാൽ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ മതിയായവനാകയാലും നമ്മുടെ ജീവിത വഴികളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് ഇന്ന് രാത്രിയിലും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. തിരുവെഴുത്തുകൾ നമുക്ക് ആനന്ദകരമായി തീരേണ്ടതിന്, തിരുവെഴുത്തുകൾ നമുക്ക് അനുഗ്രഹപ്രദമായി തീരേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. നാം ഇന്നലെ രാത്രിയിൽ ചിന്തിച്ച് തുടങ്ങിയത് ഒടുവിലത്തെ ഭാഗത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗമാണ്. ഒരിക്കൽ കൂടെ നമുക്ക് ആ വേദഭാഗം വായിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെയും പഠനം ആരംഭിക്കാമല്ലോ. Blessed are the peacemakers, for they will be called sons of God. സ്തോത്രം. Peacemakers will be called the sons of God, not the children of God. ദൈവത്തിന്റെ മക്കൾ എന്നല്ല, ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്നാണ് യേശു കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ഇന്ന് രാവിലെ എനിക്ക് ലഭിച്ചു. ഇയ്യോബിന്റെ പുസ്തകത്തിലും ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ഒരു വിശദീകരണത്തിന് വേണ്ടിയിട്ട് നാം ഇന്നലെ ചിന്തിച്ചപ്പോൾ കണ്ടത്, ദൈവത്തിന്റെ പുത്രൻ എന്ന് യോഹന്നാൻ ഉപയോഗിക്കുന്നത് യേശുക്രിസ്തുവിന് വേണ്ടി മാത്രമാണ്. 1-2 ഭാഗത്ത്, പ്രത്യേകിച്ച് വെളിപ്പാട് 21-ന്റെ 7-ാം വാക്യമാണെന്നാ തോന്നുന്നത്. 7-ാം വാക്യത്തിൽ 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ നിന്നുള്ളൊരു ഉദ്ധരണി യോഹന്നാൻ ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ ദൈവത്തിന്റെ ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ എന്ന നിലയിൽ മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അവന് ദൈവവും
അവൻ എനിക്ക് മകനുമായിരിക്കും എന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ ദാവീദിനോട് ദൈവം പറഞ്ഞ ഒരു പഴയ നിയമ ഉദ്ധരണിയാണ് യോഹന്നാൻ അവിടെ എടുത്ത് ഉദ്ധരിക്കുന്നത്. സ്തോത്രം. അതൊഴികെ മറ്റെല്ലാ ഭാഗങ്ങളിലും യോഹന്നാൻ അപ്പോസ്തലൻ ദൈവപുത്രൻ എന്ന ആ ടൈറ്റിൽ, ആ ഒരു ശീർഷകം, ആ ഒരു പേര് യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നാം ഇവിടെ കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ. മറ്റ് അപ്പോസ്തലന്മാരും എഴുത്തുകാരുമൊക്കെ മനുഷ്യരെയും ദൈവപുത്രന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട്. ദൈവമക്കൾ, ദൈവപുത്രന്മാർ എന്നുള്ള ആ ഭാഗത്തേക്ക് നമുക്ക് പിന്നീട് വരാം. എന്നാൽ ഈ ചോദ്യത്തിന് വളരെ ചുരുക്കം വാക്കുകളിൽ മറുപടി കൊടുത്തിട്ട് പോയിക്കൊള്ളട്ടെ. നാം യേശു ക്രിസ്തുവിന് വേണ്ടിയും രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമുക്ക് വേണ്ടിയും മാത്രമല്ലാതെ ദൈവപുത്രന്മാർ എന്ന പ്രയോഗം പ്രധാനമായിട്ടും ഒത്തിരി ഭാഗങ്ങളിലുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും 2 ഭാഗങ്ങളിൽ കാണുന്നത് ഇവിടെ എന്നോട് ചോദ്യം ആയിട്ട് ചോദിച്ച ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലും, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലുണ്ട്, 2-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിലുമുണ്ട്. കൂടാതെ അതിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ ഈ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ കാണുന്നത് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ്. പക്ഷെ ആ ഭാഗത്തേക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. അതിൻ്റെ വിശദാംശങ്ങൾ ശരിയായി പഠിച്ചു വരാൻ നമുക്ക് ഒത്തിരി സമയം വേണ്ടി വരും. അപ്പോൾ ഈ 2-3 അർത്ഥങ്ങളിൽ ദൈവപുത്രൻ അഥവാ ദൈവപുത്രന്മാർ എന്ന പ്രയോഗം നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. അതിൽ എന്നോട് ചോദിച്ച ആ ഭാഗത്ത് നാം കാണുന്നത് ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലും 2-ാം അധ്യായം 1-ാം വാക്യത്തിലും കാണുന്ന ദൈവപുത്രന്മാർ എന്നുള്ളത് ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. ദൈവദൂതന്മാരെ കുറിച്ചാണ് അവിടെ നാം കാണുന്നത്. ബെനെ ഹാ എലോഹീം എന്നാണ്. ബെനെ ഹാ എലോഹീം എബ്രായ ഭാഷയിൽ. മറ്റ് പഴയ നിയമത്തിൽ ഒത്തിരി ഭാഗത്ത് ഹാ എന്നുള്ളത് HA ഹാ അല്ലെങ്കിൽ ഹേ എന്നവിടെ കൊടുത്തിരിക്കുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. എന്നാൽ ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ലാതെ ബെനെ എലീം എന്ന പ്രയോഗം പഴയ നിയമത്തിൽ ഒത്തിരി ഇടത്തുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേക ഭാഗത്ത് നമ്മൾ കാണുന്ന ദൈവപുത്രന്മാർ എന്നത് ദൈവദൂതന്മാരെ കുറിച്ചാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നാം കാണുന്ന ദൈവപുത്രന്മാർ 2 അഭിപ്രായങ്ങളുമുണ്ട്. കുറെ പേര് ചിന്തിക്കുന്നത് അത് ദൈവദൂതന്മാരാണെന്നാണ്. പ്രത്യേകിച്ച് വീണുപോയ ദൂതന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടർ ചിന്തിക്കുന്നത് അത് മനുഷ്യരെ കുറിച്ച് തന്നെയാണെന്നാണ്. അവര് കുടുംബജീവിതം നയിച്ചതായിട്ടാണ് അവിടെ വായിക്കുന്നത്. മനുഷ്യരുടെ പുത്രിമാരുമായിട്ട് ശാരീരിക ബന്ധം നടത്തിയെന്നും കുഞ്ഞുങ്ങൾ ജനിച്ചെന്നും ആ കുഞ്ഞുങ്ങൾ മല്ലന്മാർ, നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞ രാക്ഷസന്മാർ, മല്ലന്മാർ എന്നും ഒക്കെ കാണുന്നത് കൊണ്ടാണ് പലരും അവർ അമാനുഷികരായിരുന്നു എന്ന് കരുതുന്നത്. എന്നാൽ അത് മനുഷ്യർക്കു വേണ്ടി തന്നെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ഡ്യൂട്ടണോമി 14 വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പണ്ടത്തേതുപോലെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ദിവസം വയ്ക്കാം. അന്ന് നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും
പഠിക്കാനോ ചർച്ച ചെയ്യാനോ ഉപയോഗിക്കാം. അതുകൊണ്ട് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ 1-2 റെഫറൻസുകൾ മാത്രം ഞാൻ പറഞ്ഞു പോകാം, സംശയം വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ആവർത്തനം 14:1, 32:5-6, ഓക്കെ, Deuteronomy 14:1, 32:5 and 6, ഹോശയ 2:1, 2:1, 11:1, പിന്നെ ഐശയ്യ 43:6, യെശയ്യാവ് 43:6, പിന്നീട് സാംസ് 82:6, സങ്കീർത്തനം 82:6, 73:15, 73:15 എന്നിങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഭാഗങ്ങളിൽ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഈ ദൈവമക്കൾ എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. അതും പ്രത്യേകിച്ച് സങ്കീർത്തനം 82:6 ആ വാക്യം ഒന്ന് വായിച്ചോളൂ. സാംസ് 82:6. നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു. അവിടെ മനുഷ്യരെ വിളിക്കുന്നത് എന്താണ്? ദൈവപുത്രന്മാരെന്ന് മാത്രമല്ല, ദേവന്മാരെന്നാ വിളിക്കുന്നത്. നിങ്ങളൊക്കെ ദേവന്മാരാണ്. യു ആർ ഗോഡ്സ് ആൻഡ് ഓൾ ഓഫ് യു ആർ ചിൽഡ്രൻ ഓഫ് ദ മോസ്റ്റ് ഹൈ. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാർ ആയ ദേവന്മാർ. അപ്പോൾ ഇവിടെ സാധാരണ മനുഷ്യരാണിവർ. ഈ മനുഷ്യരെ അത്യുന്നതന്റെ പുത്രന്മാർ എന്നും മാത്രമല്ല ദൈവങ്ങൾ, ദേവന്മാർ എന്ന അർത്ഥത്തിലും വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൂതന്മാർക്ക് വേണ്ടിയിട്ട് ദൈവപുത്രന്മാർ എന്ന് സ്പെസിഫിക് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചില ഭാഗങ്ങളാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ 1-2 അധ്യായങ്ങളിലുള്ളത്. എന്നാൽ ഉൽപ്പത്തി 6 ഉൾപ്പെടെയുള്ള മറ്റ് പല ഭാഗങ്ങളിലും ദൈവപുത്രന്മാർ എന്ന് നാം കാണുന്നത് മനുഷ്യരെ കുറിച്ചാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും നാം 21 മുതൽ 19 മുതൽക്കുള്ള വാക്യങ്ങളാണ് അവിടെ കാണുന്നത്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സ്തോത്രം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. അവിടെയും നാം കാണുന്നത് the creation is eagerly waiting for the revelation or the manifestation of the sons of God, not children of God. അടുത്ത വാക്യത്തിലാണ്, 19-ാമത്തെ വാക്യം മുതൽക്കുള്ള വാക്യങ്ങളാണ് നാം കാണുന്നത്. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കാത്തിരിക്കുന്നു. സ്തോത്രം. So the church is waiting for the Son of God, whereas the creation is waiting for the sons of God. അവിടെയെല്ലാം നമ്മൾ ദൈവപുത്രന്മാർ എന്ന് കാണുന്നത് മനുഷ്യരെയാണ്, മനുഷ്യരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവപുത്രൻ എന്ന ഏകവചന പ്രയോഗം പൊതുവെ യേശുക്രിസ്തുവിന് വേണ്ടിയും ദൈവപുത്രന്മാർ എന്ന പ്ലൂറൽ ബഹുവചന പ്രയോഗം ദൈവമക്കൾക്കു വേണ്ടിയും ആയിട്ടാണ് നാം ബൈബിളിൽ പഴയ പുതിയ നിയമങ്ങളിൽ കാണാറുള്ളത്. സ്തോത്രം. അപ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിലെ ദൈവപുത്രന്മാർ എന്നുള്ളതിന് വിശദീകരണം ദൈവദൂതന്മാർ എന്ന അർത്ഥത്തിലാണെങ്കിൽ മറ്റു ഭാഗങ്ങളിലൊക്കെ ദൈവമക്കൾ എന്ന അർത്ഥങ്ങളിലാണ് ഉള്ളത്. കൂടാതെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഭാഗത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല. ദൈവദൂതന്മാർക്ക് മനുഷ്യരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാൻ പ്രാപ്തിയില്ലെന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ വരുന്നുണ്ട്. കൂടാതെ ദൂതന്മാർക്ക്
റിപ്രൊഡക്റ്റീവ് എബിലിറ്റി, പ്രത്യുൽപാദന ശേഷിയുള്ളതായിട്ടും നാം തിരുവെഴുത്തിൽ കാണുന്നില്ല. ദൂതന്മാർ പുരുഷന്മാരുമല്ല സ്ത്രീകളുമല്ല. അങ്ങനത്തെ ഒരു സൃഷ്ടിയാണ് ദൂതന്മാരുടേത്. അപ്പോൾ അവർ മനുഷ്യ സ്ത്രീകളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് യേശുക്രിസ്തുവിന്റെയും കൂടെ പഠിപ്പിക്കലിന് യോജിക്കാത്തതാണ്. എന്നാൽ രണ്ട് തരത്തിലുമുള്ള വാദങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ വാദിക്കുവാനും തർക്കിക്കുവാനും ആ വിഷയത്തിൽ തയ്യാറാകുന്നില്ല. അവരവർക്ക് ഉള്ള ബോധ്യം പോലെ അത് വിശ്വസിക്കാം. അത് നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശം അല്ലാത്തത് കൊണ്ടും ബൈബിൾ ഇന്നതാണെന്ന് വ്യക്തമായി പഠിപ്പിക്കാത്തതായതുകൊണ്ടും അതിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അതങ്ങനെ വിടുന്നു. നാം മടങ്ങി വരുന്നു നമ്മുടെ വിഷയത്തിലേക്ക്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. They will be called the sons of God. Huio itau Theon എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിന്റെ പുത്രന്മാർ. സ്തോത്രം. അതിൽ നാം കണ്ടു പുത്രൻ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് പിതാവിന്റെ സ്വഭാവത്തെ പ്രകടമാക്കുന്നയാൾ എന്ന അർത്ഥത്തിലാണ്. പിതാവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നയാൾ. അതാണ് ഇവിടെ പുത്രൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. മക്കളുടെ അർത്ഥം വേറെയാണ്. നമുക്ക് അല്പം കൂടെ കഴിഞ്ഞിട്ട് ആ ഭാഗം നോക്കാം. ദൈവത്തിന്റെ സ്വഭാവമാണ് സമാധാനം ഉണ്ടാക്കുക. നമ്മളത് ഇന്നലെ കണ്ടു. സമാധാനത്തിന്റെ ദൈവമെന്നും സമാധാനത്തിന്റെ പ്രഭുവെന്നും പിതാവിനെയും പുത്രനെയും വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സമാധാനം ഉണ്ടാക്കുന്നു. ആത്മാവിന്റെ ഫലം സമാധാനം എന്നതും. അങ്ങനെ ത്രിയേക ദൈവത്തിന്റെ സ്വഭാവമാണ് സമാധാനം. ത്രിയേക ദൈവം സമാധാനം ഉണ്ടാക്കുന്നു. ദൈവം ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു എന്നെല്ലാം ഉള്ള സംഗതികൾ നാം കാണുന്നു. സ്തോത്രം. പ്രത്യേകിച്ച് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ രണ്ട് പ്രയോഗങ്ങളും നമുക്ക് മനോഹരമായിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം. അവിടെ പൗലോസ് പറയുന്ന രണ്ട് ശത്രുത, രണ്ട് ഭിന്നത. ഒന്ന്, യഹൂദനും യഹൂദേതരനും തമ്മിൽ ശത്രുത്വത്തിലാണ്. യഹൂദേതരരും ദൈവവും തമ്മിലും ശത്രുത്വത്തിലാണ്. The Gentile world is in enmity with the Jewish world. So also the Gentile world is against or in hostility with God. രണ്ട് ശത്രുത്വങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞിരുന്നത്. നമ്മൾ എന്ന് പറയുമ്പോൾ നോൺ ജൂയിഷ് കമ്മ്യൂണിറ്റി. നമ്മൾ യഹൂദന്മാരല്ലാത്തവരാണ്, ജാതികളാണ്. നമ്മൾ യവനന്മാരെന്നാണ് വിളിക്കപ്പെടുന്നത്. സ്തോത്രം. We are called the Greeks according to the Bible, the heathens, the Gentiles, non-Abrahamic descendants. അബ്രഹാമിന്റെ തലമുറകളിൽ പെടാത്ത നാം. സ്തോത്രം. നോക്കൂ, അതിൽ 11-12 വാക്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് അത് വായിക്കുന്നില്ല. 13-ാമത്തെ വാക്യം 14-ാമത്തെ വാക്യവും വായിക്കാമല്ലോ. ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം
തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവരുകൾ ഇടിച്ചു കളഞ്ഞത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിർമ്മിപ്പാനും തന്നെ. ഇവിടെ നാം രണ്ട് തരത്തിലുമുള്ള ശത്രുത്വത്തെയും നിരപ്പിനെയും കുറിച്ച് കാണുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു. വി വെയർ ഫാർ ഓഫ്. പക്ഷേ ക്രിസ്തുവിന്റെ രക്തത്താൽ ഇപ്പോൾ നമ്മൾ സമീപസ്ഥരായി തീർന്നു. വി ആർ മെയ്ഡ് നിയർ, നൈ അൺടു, ത്രൂ ക്രൈസ്റ്റ്. 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ ഇരുപക്ഷത്തെയും. ആരാണ് ഈ ഇരുപക്ഷം? യഹൂദനും യവനനും. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ശത്രുത്വത്തെയാണ് ഇവിടെ ഇരുപക്ഷം എന്ന് പറയുന്നത്. ഹീസ് അവർ പീസ് ഹു ഹാത്ത് മെയ്ഡ് ബോത്ത് വൺ. ഇവിടെ ബോത്ത് എന്നതിൽ ഉള്ള രണ്ടു പേർ, ജൂയിഷ് വേൾഡ് ആൻഡ് ദ നോൺ ജൂയിഷ് വേൾഡ്. ജൂയിഷ് വേൾഡ് ആൻഡ് ദ ഗ്രീക്ക് വേൾഡ്. അപ്പോൾ യഹൂദന്മാരും യവനന്മാരും തമ്മിലും ശത്രുത്വത്തിലായിരുന്നു. യവനന്മാരും അല്ലെങ്കിൽ മനുഷ്യജാതിയും ദൈവവും തമ്മിലും ശത്രുത്വത്തിലായിരുന്നു. എന്നാൽ ഈ രണ്ട് ശത്രുത്വവും ഇടിച്ചു കളഞ്ഞത് ദൈവമാണ്. ഇപ്പോൾ യവനനെന്നും യഹൂദനെന്നും ഉള്ള വ്യത്യാസം ഇല്ല. രണ്ടും ഒന്ന്. മനുഷ്യൻ എന്ന പാപി എന്ന ഒറ്റ ജാതി, പിന്നെ ദൈവവും മനുഷ്യനെന്നുമുള്ള നടുച്ചുവരും ഇടിച്ചു കളഞ്ഞു. യേശു ക്രിസ്തുവിലൂടെ നിരപ്പ് അഥവാ സമാധാനം വരുത്തി. അപ്പോൾ ഇവിടെ നമ്മൾ ത്രിയേക ദൈവത്തെ സമാധാനം ഉണ്ടാക്കുന്ന, സമാധാനം വരുത്തുന്ന ദൈവമായിട്ടാണ് കാണുന്നത്. മനുഷ്യർക്ക് തമ്മിലും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലും ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ പീസ്. രണ്ട് അർത്ഥത്തിലും ദൈവം സമാധാനം വരുത്തി. ആ സമാധാനം വരുത്തുന്ന ദൈവത്തിന്റെ സ്വഭാവം നമ്മിലൂടെ വെളിപ്പെടുത്തുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുന്നത്, ലോകം നമ്മെ അറിയുന്നത് എങ്ങനെയാണ്? ആ ദൈവത്തിന്റെ പുത്രന്മാരെന്നാണ്. സ്തോത്രം. ആ ദൈവത്തിന്റെ പുത്രന്മാർ, സമാധാനം വരുത്തുന്ന ദൈവത്തിന്റെ പുത്രന്മാർ, പുത്രിമാർ. അങ്ങനെ നമുക്ക് നമ്മുടെ അപ്പനെ പ്രതിനിധാനം ചെയ്യാൻ കഴിയും എന്നുള്ളത് എത്ര ഭാഗ്യകരമാണ്. സ്തോത്രം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് പോലെ രാഷ്ട്രീയത്തിൽ തന്നെ ഉള്ള ഒരു അപ്പൻ, അദ്ദേഹത്തിന്റെ ജീവകാലത്ത് തന്നെ മകൻ അദ്ദേഹത്തെ പോലെ വളരെ ഏബിളായിട്ടുള്ള, നിപുണനായ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് വരുന്നെങ്കിൽ ആ അപ്പന് എന്തൊരു സന്തോഷമായിരിക്കും. ആൾക്കാർ പറയും കൂടെ ചെയ്യും, ആ അപ്പന്റെ കൂട്ട് തന്നെ മെടുക്കനാണ്. പാട്ടുകാരനായ ഒരപ്പൻ അല്ല ഒരമ്മ, ആ പാട്ടുകാരന്റെയോ പാട്ടുകാരുടെയോ മക്കൾ അവരെ പോലെ പാട്ടിലേക്ക് തെളിഞ്ഞു വരികയാണെങ്കിൽ ആൾക്കാർ പറയും പപ്പായെ പോലെ മമ്മിയെ പോലെയാണെന്ന് പറഞ്ഞാൽ ആ അപ്പനും അമ്മയ്ക്കും എന്തൊരു അഭിമാനമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ നല്ല പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു അപ്പനെ പോലെ ആ മകനെയും കൂടെ താരതമ്യപ്പെടുത്തുമ്പോൾ ആ മകനും ഭയങ്കര അഭിമാനം തോന്നും എന്നതുപോലെ നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം മനുഷ്യർ നമ്മിൽ കണ്ടിട്ട് നമ്മെ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ നമുക്കത് എന്ത് അഭിമാനത്തിന് കാര്യമാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ ദൈവത്തിനും
മുമ്പൊരിക്കൽ നമ്മൾ വായിച്ചതാണ്. ഹീബ്രൂസ് 11:16 11:16 വാക്യത്തിൽ നമ്മൾ വായിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. എബ്രായർ 11:16. Instead, they were longing for a better country, a heavenly one. Therefore, God is not ashamed to be called their God, for he has prepared a city for them. അതിന്റെ ആ നടുക്കത്തെ ഭാഗമേ നമ്മൾ എടുക്കുന്നുള്ളൂ. God is not ashamed to be called their God. അതുകൊണ്ട് ദൈവം, അല്ലെങ്കിൽ ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ദൈവത്തിന് അഭിമാനമാണ്. സ്തോത്രം. എന്നെ വളരെ ചാലഞ്ച് ചെയ്തിട്ടുള്ള, വെല്ലുവിളിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് അബ്രഹാമിന്റെ ദാസനായ എലയാസർ ഇസഹാക്കിന് വേണ്ടിയിട്ട് പെണ്ണ് കാണാൻ പോയ പോക്ക്. പോയി സ്ഥലത്തെത്തി, അബ്രഹാമിന്റെ ഗ്രാമത്തിലെത്തി. അവിടെ എത്തി നിന്നിട്ട് ഒറ്റ പ്രാർത്ഥന, എൻ്റെ യജമാനനായ അബ്രഹാമിന്റെ ദൈവമേ. സ്തോത്രം. അതിൻ്റെ ആഴത്തലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ പ്രസക്തമായ ഒരു പ്രയോഗമാണ്. അതുപോലെ ഇസ്രായേൽ തലമുറകൾ വിളിക്കുന്നത് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്നാ ദൈവത്തെ. പിതാക്കന്മാരുടെ കെയർ ഓഫിൽ അറിയപ്പെടുന്ന ഒരു ദൈവം. സ്തോത്രം. ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അതേ പ്രയോഗമാണ് ഇവിടെ. ദൈവം നമ്മുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സ്വഭാവത്തെ നമ്മിലൂടെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. അതിലൊന്നാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമാധാനമുണ്ടാക്കുക എന്നത്. കാരണം ദൈവം സമാധാനത്തിന്റെ ദൈവമായി പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന് ദൈവത്തോട് ശത്രുതയിൽ കഴിഞ്ഞ ലോകത്തെ യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ തന്നോട് നിരപ്പിച്ചു, സമാധാനമുണ്ടാക്കി. നാം വായിച്ച എഫെസ്യ ലേഖനത്തിൽ കാണുന്നുണ്ട്, ഇരുപക്ഷത്തെയും ഒന്നാക്കി, വേർപാടിന്റെ നടിച്ചുവരിനെ ഇടിച്ചു കളഞ്ഞു. യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ഇരുപക്ഷത്തെയും ഒന്നാക്കി ഒരു പുതുമനുഷ്യനെ സൃഷ്ടിപ്പാൻ ദൈവം സമാധാനം വരുത്തി. അങ്ങനെ പാപികളായ മനുകുലത്തിനും നീതിമാനവും പരിശുദ്ധനുമായ ദൈവത്തിനുമിടയിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ സമാധാനമുണ്ടാക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാരായും പുത്രിമാരായും നാം മാറും, നാം വിളിക്കപ്പെടും എന്നാണ് നാം അവിടെ വായിക്കുന്നത്. സ്തോത്രം. ഒന്നും കൂടെ അയവിറക്കുമല്ലോ. മത്തായി 5:9, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ ആയിത്തീരുമെന്നല്ല, വിളിക്കപ്പെടും. They will be called the sons of God. അപ്പോൾ ദൈവമക്കളായി തീരാനായിട്ടല്ലത്. ഞാന് നിങ്ങളോളം ഈ സംഭവം എത്തിക്കാൻ വിജയിക്കുന്നുണ്ടോ? ഇത് മനസ്സിലാവുന്നുണ്ടോ? ദൈവമക്കളാകാനായിട്ടല്ല നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവർ ആകേണ്ടത്. നാം സമാധാനം ഉണ്ടാക്കിയാൽ അത് നിമിത്തം നമ്മൾ ആരാകുന്നില്ല? ദൈവമക്കൾ ആകുന്നില്ല. പിന്നെ ദൈവമക്കൾ ആയവർക്കു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. ആ വ്യത്യാസം മനസ്സിലാക്കണം. അതാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വിജയിക്കുന്നോ എന്ന് സംശയിക്കുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കളാകും എന്നല്ല. സ്തോത്രം. അവർ ഓൾറെഡി ആരാണ്? ദൈവത്തിന്റെ മക്കൾ ആണ്.
അപ്പോൾ ഇത് യേശു കർത്താവ് ആരോടാ പറയുന്നത്? Those who are already the children of God. And because you have become children of God, now you have to reproduce the characteristics of God by which you may be called the sons of God. ദൈവമക്കളായവർ ദൈവത്തിന്റെ പുത്രി പുത്രന്മാരെന്ന് തെളിയിക്കണം. ദൈവമക്കളാകാൻ സമാധാനം ഉണ്ടാക്കിയാൽ പോരാ. ദൈവമക്കളാകാൻ അതുകൊണ്ട് നടക്കത്തില്ല. അതിന് യോഹന്നാൻ 1:12 തന്നെയാണ്. എന്തുവാ? യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അവർ പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, സ്തോത്രം, രക്തത്താലുമല്ല, പിന്നെ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ആ 13-ാമത്തെ വാക്യം ആരെക്കുറിച്ചാണ് പറയുന്നത്? യോഹന്നാൻ 1:13 പറയുന്നത് ആരെക്കുറിച്ചാണ്? യേശുക്രിസ്തുവിനെ കുറിച്ചാണോ നമ്മളെ കുറിച്ചാണോ? John 1:13. Is it about Jesus Christ or about we, the Christians? We, the Christians. Certainly. ഞാനും ഒരു കാലത്ത് യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്ന് വിശ്വസിച്ചിരുന്നയാൾ. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് ചോദിച്ചത് കേട്ടോ. ക്രിസ്തുവിനെ കുറിച്ചല്ല, നമ്മളെ കുറിച്ചാ. അവർ, അവൻ എന്നല്ല, അവർ രക്തത്താലല്ല, മനുഷ്യരിൽ നിന്നുമല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലും അല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ വീണ്ടും ജനിക്കുവാൻ, ദൈവത്തിന്റെ മക്കളാകുവാൻ വേണ്ടിയിട്ട് യോഹന്നാൻ 1:12, ദൈവത്തിന്റെ മക്കളാകാനായിട്ട് യോഹന്നാൻ 3:3, ദൈവത്തിന്റെ മക്കളാകാൻ വേണ്ടിയിട്ട് യോഹന്നാൻ 3:5, ദൈവത്തിന്റെ മക്കളാകാൻ വേണ്ടിയിട്ട് യാക്കോബ് 1:18, നമ്മൾ ദൈവമക്കളായി തീരാൻ വേണ്ടിയിട്ട് 1 പത്രോസ് 1:23-25, നമ്മൾ ദൈവമക്കളായി തീരാനായിട്ട് 1 യോഹന്നാൻ 3:9. ആവർത്തിക്കണോ ഇനിയും? ഒന്നുകൂടെ പറയണം. യോഹന്നാൻ 1:12 അത് എഴുതി കാണുമല്ലോ, പല പ്രാവശ്യം പറഞ്ഞു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും. അപ്പോൾ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ് ദൈവമക്കളായി തീരാനുള്ള ഉപാധി. പിന്നെ നമ്മൾ കണ്ടത് യോഹന്നാൻ 3:3-5. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-5. അവിടെ എന്താ പറയുന്നത്? വീണ്ടും ജനിക്കുക, പുതുതായി ജനിക്കുക, വീണ്ടും ജനനത്തിലൂടെ നമ്മൾ ദൈവമക്കളായി തീരുക. ആ വീണ്ടും ജനനം എന്ന് പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ഉള്ള ജനനം. ആ വെള്ളത്താൽ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പഴയ നിയമ പ്രയോഗമാണ്. നമ്മൾ അതിനെ സ്നാനമായിട്ടൊക്കെ കാണാറുണ്ട്. അത് സത്യത്തിൽ സ്നാനമല്ല കേട്ടോ. വെള്ളത്താലുള്ള വീണ്ടും ജനനം എന്ന് പറയുന്നത് ശുദ്ധീകരണം എന്ന അർത്ഥത്തിലാണ്. ശുദ്ധീകരണം.
എബ്രായ ലേഖന കർത്താവ് പറയുന്നത് പോലെ ശുദ്ധീകരണ ജലം തളിക്കപ്പെടുക, സ്പ്രിംഗ്ലിംഗ് ഓഫ് ദ പ്യൂരിഫൈയിങ് വാട്ടർ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ ഈ സോപ്പ് കൊണ്ടുള്ള തളിക്കൽ, അത് ക്ലെൻസിങ് എന്നാണ് അവിടുത്തെ വെള്ളം കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്യൂരിഫൈയിങ് വാട്ടർ എന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യെരമ്യാ പ്രവചനത്തിലും യെഹെസ്കേൽ പ്രവചനത്തിലും, ഞാൻ അവരുടെ മേൽ ശുദ്ധജലം തളിക്കും. സ്തോത്രം. ശുദ്ധജലം തളിക്കും. ആ പഴയ നിയമ പശ്ചാത്തലത്തിലാണ് യേശു കർത്താവ് നിക്കോദീമോസിനോട് പറഞ്ഞത്, വെള്ളത്താൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ പാപങ്ങൾ കഴുകപ്പെട്ടിട്ട് ഉള്ള വീണ്ടും ജനനം. സ്തോത്രം. പിന്നെ ആത്മാവിനാലുള്ള വീണ്ടും ജനനം, പരിശുദ്ധാത്മാവിനാൽ തന്നെ ഉള്ള വീണ്ടും ജനനം. അതുകൊണ്ടാണ് യോഹന്നാൻ 3:6 നമ്മൾ വായിക്കുന്നത്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. സ്തോത്രം. മുൻപോട്ട് പോകാമല്ലോ. പിന്നെ നമ്മൾ കാണുന്നത് യാക്കോബ് 1:18. ജെയിംസ് 1:18, യാക്കോബ് 1:18 അതേപോലെ തന്നെയുള്ള ഭാഗമാണ് 1 Peter 1:23 and 25. 1 പത്രോസ് 1:23-25 വാക്യങ്ങൾ. അതും 1 യോഹന്നാൻ 3:9. ഈ 3 വാക്യങ്ങളും ഒരേ അർത്ഥമാണ്. യാക്കോബ് 1:18, 1 പത്രോസ് 1:23-25, 1 യോഹന്നാൻ 3:9. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ വചനത്താലുള്ള വീണ്ടും ജനനം. ദൈവവചനം എന്ന വിത്തിനാൽ ലഭിക്കുന്ന വീണ്ടും ജനനം. ദൈവവചനം എന്ന നശിച്ചു പോകാത്ത, നിലനിൽക്കുന്ന, ജീവനുള്ള ബീജം, വിത്തായ വചനത്താൽ ഉള്ള വീണ്ടും ജനനം. അപ്പോൾ ദൈവമക്കളാകുന്നത് ഈ തരത്തിലാണ്. എങ്ങനെ? യേശുവിൽ വിശ്വസിച്ച്, യേശുവിനെ കൈക്കൊണ്ട്, യേശുവിൻ്റെ രക്തത്താലുള്ള പാപക്കഴുകൽ, ശുദ്ധീകരണം പ്രാപിച്ച്, ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും ആണ് നാം ദൈവമക്കളായി തീരുന്നത്, യേശുവിൻ്റെ ശിഷ്യരായി തീരുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി മാറിയവർ ജീവിതത്തിലൂടെ പിതാവിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിയിട്ട് മറ്റുള്ളവരാലും ദൈവത്താലും ഒരു സാക്ഷ്യം പ്രാപിക്കണം. എന്ത് സാക്ഷ്യം? നമ്മൾ, ദൈവമക്കളായ നമ്മൾ, ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരും കൂടെയാണ് എന്ന സാക്ഷ്യം നാം പ്രാപിക്കണം. സ്തോത്രം. മനസ്സിലായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇല്ലെങ്കിൽ ചോദിക്കണേ. സ്തോത്രം. ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ പ്ലീസ്. സ്തോത്രം. ഇതിനോട് ചേർത്ത് നമുക്ക് മത്തായിയുടെ സുവിശേഷം തന്നെ 5-ാമത്തെ അധ്യായം, ഓക്കെ, ഗുഡ്, 44-ഉം 45-ഉം കൂടെ വായിക്കാം. 5, 44 and 45 ഓൾസോ പ്ലീസ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. താങ്ക് യു. വളരെ കൃത്യതയോടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? 44-ൽ പറഞ്ഞു, നമ്മൾ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം.
ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ? ദൈവമക്കളാകാനാണോ? അല്ല, നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അവിടുത്തെ പ്രയോഗം കണ്ടോ? ദൈവം നിങ്ങളുടെ പിതാവായി തീരേണ്ടതിന് എന്നല്ല, ദൈവത്തിന് നിങ്ങൾ മക്കളായി തീരേണ്ടതിനൊന്നുമല്ല. പിന്നെ ഓൾറെഡി ഹീസ് യുവർ ഫാദർ. യുവർ ഫാദർ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? that ye may become the children of your father. Ye may become the children of your father. നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരുക. സ്തോത്രം. പുത്രന്മാരായി തീരുക. ദൈവത്തിന് പുത്രന്മാരായി മക്കളായി തീരാനല്ല, നിങ്ങളുടെ പിതാവിന് നിങ്ങൾ പുത്രന്മാരായി തീരുവാൻ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് വീണ്ടും ജനനം പ്രാപിക്കുമോ? ഇല്ല. നമ്മൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് രക്ഷിക്കപ്പെടുമോ? ഇല്ല, ഇല്ല. അതേസമയം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ അവർ ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായി തീർന്നിട്ട് അത് നിമിത്തം അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് അറിയപ്പെടും. That is an approval that we are reproducing the very nature or characteristics of God, our Father. സ്തോത്രം. അപ്പോൾ സമാധാനം നാം വരുത്തിയാൽ, സമാധാനം ഉണ്ടാക്കുന്നവരായി തീർന്നാൽ, നമുക്കുള്ള ഏറ്റവും ഭാഗ്യകരമായ അനുഭവം എന്ന് പറയുന്നത്, സ്തോത്രം, നമ്മൾ ആരുടെ മക്കളാണെന്ന് അതിനാൽ തെളിയും എന്നുള്ളതാണ്. ആരുടെ മക്കളാണെന്ന് അതിനാൽ തെളിയും. അതിനാൽ ദൈവത്തിന് നമ്മിൽ പ്രസാദമാകും, ദൈവത്തിന് നമ്മിൽ അഭിമാനം ഉണ്ടാകും, ദൈവം നമ്മിൽ ലജ്ജിക്കത്തില്ല. നമ്മളെ ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ പുത്രന്മാർ, പുത്രിമാർ എന്ന് വിളിക്കുന്നതിന്, ദൈവം നമ്മുടെ ദൈവമെന്നും ദൈവം നമ്മുടെ പിതാവെന്നും വിളിക്കപ്പെടുന്നതിന് ലജ്ജിക്കത്തില്ല. സ്തോത്രം. അതിനോട് ചേർത്ത് നമ്മൾ പണ്ട് ഒരിക്കൽ വായിച്ച ഒരു വേദഭാഗവും കൂടെ, 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം. കൊരിന്ത്യർക്കുള്ള 2-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം. 2-ാം അധ്യായമല്ല, 6-ാമത്തെ അധ്യായം, സോറി. അതിൻ്റെ നമ്മുടെ മലയാളത്തിൽ 17-ാമത്തെ വാക്യമാണ്. ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു 17ഉം 18ഉം വാക്യങ്ങളാണ്. നമുക്ക് മലയാളത്തിലാകെ 17 വാക്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് വായിച്ചോളൂ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നതിനകത്ത് 18 നെക്സ്റ്റ് വേഴ്സാണ്. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. I will be a father unto you, and ye shall be my sons and daughters. അപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായിട്ട് തീരുക ഏറ്റവും വലിയ ഭാഗ്യമായി നാം അതിനെ കാണണം.
ഏറ്റവും വലിയ ഭാഗ്യമായി നാം അതിനെ കാണണം. സ്തോത്രം. ഇനിയും നമ്മൾ ഇന്നലെ കണ്ടല്ലോ ഹ്യൂയോസ്. സ്തോത്രം. അശുദ്ധമായത് എന്നതിൻ്റെ അർത്ഥം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധമല്ലാത്തതെല്ലാം. വിശുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനോടകം തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു അശുദ്ധമായതൊന്നും തുടരുതെന്ന്. ഡിവൈൻ അപ്രൂവൽ ഇല്ലാത്തതൊന്നും ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ കൊള്ളരുതാത്തതൊന്നും ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ യോഗ്യതയില്ലാത്തതൊന്നും. അതാണ് ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ. എനിത്തിങ് ആൻഡ് എവറിത്തിങ് that is not worthy to be presented before God, unworthy to enter God's premises, ദൈവത്തിന്റെ പ്രാകാരങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കൊണ്ടുവരുവാൻ യോഗ്യമല്ലാത്തതായതൊന്നും തുടരുത്. ദൈവ വഴികൾ വിട്ടുപോകുന്നവരുടെ ഇടയിൽ നിന്നും വിട്ടുപോരുക. ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ റോമർ 8:14 നമ്മൾ വരുന്നുണ്ട്. നാം ഈ യെശയ്യാ പ്രവചനം 52-ാമത്തെ അധ്യായം, ഐശയ്യാ ചാപ്റ്റർ 52 and verse 11, 52-ന്റെ 11-ാമത്തെ വാക്യം. വിട്ടുപോരുവീൻ, അവിടെ നിന്നും പുറപ്പെട്ടു പോരുവീൻ, അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്നും പുറപ്പെട്ടു പോരുവീൻ, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. സ്തോത്രം. ഇവിടെ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രായേൽ they were in bondage. 10 ഗോത്രങ്ങളടങ്ങിയ ഇസ്രായേൽ അശൂരിനും 2 ഗോത്രങ്ങളടങ്ങിയ യഹൂദ ബാബിലോണിനും അടിമകളായിരുന്നു. എന്നാൽ അവരുടെ അടിമത്വത്തിനൊക്കെ മുമ്പ് തന്നെ പ്രവാചകൻ പ്രവചനാത്മാവിൽ എഴുതി വെച്ച കാര്യമാണ്. അവരുടെ ശിക്ഷാ കാലയളവ് കഴിഞ്ഞപ്പോൾ ദൈവം അന്യജാതികളിൽ നിന്ന്, അശൂരിൽ നിന്നും ബാബിലോണിൽ നിന്നും ഇസ്രായേൽ മക്കളെ മടക്കി യെരുശലേമിലേക്ക് വരുത്തുന്ന ചരിത്രമാണ് പ്രവചനാത്മാവിൽ യെശയ്യാവ് ഇവിടെ പറയുന്നത്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അടിമകളായിരുന്ന യഹൂദരല്ലാത്ത ജാതികളിൽ നിന്നും വിട്ടുപോരുക. കാരണം നിങ്ങൾ ആരാണ്? യഹോവയുടെ വിശുദ്ധമായ ഉപകരണങ്ങളെ ചുമക്കുന്നവരാണ്. നിങ്ങൾ അശുദ്ധമായതൊന്നും തുടരുത്. ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ പുരോഹിതന്മാർ എന്ന നിലയിൽ സാധാരണക്കാർക്ക് തൊടാൻ അനുവദിക്കപ്പെട്ടതുപോലും തൊടാതെ മാറി നിൽക്കേണ്ടിയിരുന്നവരായിരുന്നു. അവിടെയാണ് നാം സാധാരണ യെഹെസ്കേൽ 44:23 വാക്യത്തിലും 42 20 ഒക്കെ കാണുന്നത് പോലെ വിശുദ്ധം എന്നതിന്റെ വിപരീതം ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ. സാമാന്യം. അപ്പോൾ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്തതെല്ലാം, ദൈവത്തിനു വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലാത്തതെല്ലാം തന്നെ ഇവരെ സംബന്ധിച്ച് അശുദ്ധമാണ്. അങ്ങനെയുള്ള സകലത്തിൽ നിന്നും
ഒഴിഞ്ഞിരിക്കാനാണ് ദൈവം ഇവരോട് പറയുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാസീറായിട്ട് വ്രതസ്ഥരാകുന്നവർക്ക് സാധാരണ ഭക്ഷിക്കാവുന്ന ഭക്ഷണങ്ങളും സാധാരണ കുടിക്കാവുന്ന പാനീയങ്ങളും പോലും വർജ്യമാണ്. സ്തോത്രം. ഞാൻ മുമ്പൊരിക്കൽ സ്പിരിച്വാലിറ്റിയുടെ വിഷയത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, പൈജാമക്കുർത്ത ഇടുക എന്നുള്ളത് എനിക്ക് ഇല്ലെജിറ്റിമേറ്റ് അല്ല. നിങ്ങൾക്കാർക്കും, ഉലകത്തിൽ ആർക്കും ഇല്ലെജിറ്റിമേറ്റ് അല്ല. പക്ഷേ ഓടാൻ പോകുന്ന ഒരുത്തൻ പൈജാമക്കുർത്ത നിഷിദ്ധമാണ്. സ്വിം ചെയ്യാൻ, നീന്താൻ പോകുന്ന ഒരുത്തന് സാരിയും മാക്സിയും പൈജാമക്കുർത്തയും നമ്മുടെ മുണ്ടും, അല്ലെങ്കിൽ വേണ്ട സായിപ്പിന്റെ വേഷമായിക്കോ, പാൻസും സ്യൂട്ടും കോട്ടും ആയിക്കോ, ഇതെല്ലാം നീന്തുന്ന ഒരുത്തന്, ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരുത്തന് നിഷിദ്ധമാണ്. They are not unclean. They are not illegitimate in themselves. But that becomes illegitimate as per the person's commitment. We are committed for the Lord. Moreover, the Lord has set us apart for himself. And therefore, this is God's commandment, that do not touch those things even which are common to or legitimate to the common people. നമ്മൾ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവം നമ്മെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവം നമ്മെ ദൈവത്തിനായിട്ട് വേർതിരിച്ചിരിക്കയാൽ സാധാരണക്കാരന് അനുവദനീയമായതുപോലും പലതും നമുക്ക് അനുവദനീയമല്ല. അതാണ് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് അതിൽ തന്നെ പാപമല്ലാത്തത് പോലും പലതും നാം എന്ത് ചെയ്യുന്നത്? വേണ്ടെന്ന് വെക്കുന്നത്, വർജിക്കുന്നത്. സ്തോത്രം. ഐസ്ക്രീം ഏതാണ്ട് അശുദ്ധമായ സംഗതിയാണോ? അല്ല. പക്ഷേ പാട്ട് പാടുന്ന ഒരുത്തന് അത് വർജ്യമാണ്. അവൻ തൊടത്തില്ല, അവന് ഇഷ്ടമുള്ളതൊക്കെ ആയിരിക്കും. മാംഗോ, അതും അല്പം ഹിന്ദിയിൽ പറഞ്ഞാൽ ഖട്ടാ മീഠ, അല്പം പുളിയും മധുരവും കൂടെ ഉള്ളത് കഴിക്കാൻ എന്ത് രസ. പക്ഷേ പാട്ട് പാടുന്ന ഒരുവന് അത് നിഷിദ്ധമാണ്, വർജ്യമാണ്. അത് പാടില്ല. സ്തോത്രം. ഇതുപോലെ നമ്മൾ സാധാരണക്കാർ, മുമ്പ് പറഞ്ഞല്ലോ, പൈജാമക്കുർത്തയോ കോട്ടോ സ്യൂട്ടോ സാരിയോ മുണ്ടോ ഉടുപ്പോ ഒക്കെ മാന്യമായ വേഷമാണ്. അതിട്ടോണ്ട് എവിടെയും നമുക്ക് കയറി ചെല്ലാം. പക്ഷേ ഒരു സ്പോർട്സ് പേഴ്സണ്, ഒരു അത്ലറ്റിന്, ഒരു നീന്തലുകാരന്, ഒരു ഓട്ടക്കാരന് അവന്റെ തെരഞ്ഞെടുപ്പ് നിമിത്തവും അവന്റെ സമർപ്പണം നിമിത്തവും ഈ മാന്യമായ വസ്ത്രം നിഷിദ്ധമാണ്. ഇതുപോലെ ലോകത്തിൽ സാധാരണമായി അതിൽ തന്നെ പാപമല്ലാത്തതുപോലും പലതും നമ്മൾ സമർപ്പിക്കപ്പെട്ടവരെന്നതിനാലും ദൈവം നമ്മെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്നതിനാലും വർജ്യമാണ്. അവ വിട്ട് നാം മാറി നിൽക്കേണ്ടതുണ്ട്. അതാണ് അവിടെ അശുദ്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചോദ്യകർത്താവ് ഓക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടുന്ന് യാത്ര തിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇനിയും ഒരുപക്ഷെ നിങ്ങൾക്ക് ചിന്ത കാണുമായിരിക്കും, ഈ ദൈവമക്കളും ദൈവപുത്രന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാം. പെട്ടെന്ന് ഞാനതൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. സ്തോത്രം. നാം അത് നോക്കുന്നെങ്കിൽ
ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നുള്ളതിന് നമ്മൾ കണ്ടു ഹ്യൂയോസ് എന്ന പദമാണ്. HUIOS, ഹ്യൂയോസ്. ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതിന് ടെക്നോൻ എന്ന പദമാണ്. TEKNON, ടെക്നോൻ. ഇത് രണ്ടും സിംഗുലർ ആണ്. ടെക്നോൻ മീൻസ് ചൈൽഡ്, ചൈൽഡ്, കുട്ടി, മകൻ എന്നൊക്കെയാ. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അങ്ങനെ അങ്ങ് വ്യത്യാസമല്ല, എന്നാൽ സാമ്യമെന്നോ കമ്പാരിസൺ, ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ നടത്തിയാൽ ടെക്നോൻ, ഹ്യൂയോസ്. ഈ ടെക്നോൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഭാഗത്ത് നിങ്ങൾക്ക് ഇങ്ങനെ 2 കോളം ഉണ്ടാക്കിയാൽ കുറച്ച് എളുപ്പമായിരിക്കും. ടെക്നോൻ എന്ന് പറയുന്നത് പ്രോമിനൻസ് ഈസ് ഫോർ ബർത്ത്. ടെക്നോൻ, ദൈവത്തിന്റെ മക്കൾ, ചിൽഡ്രൻ ഓഫ് ഗാഡ്. അല്ലെങ്കിൽ നമുക്കിതിനെ ഇവിടെ ഈ ടെക്നോനിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ജനനത്തിനാണ് പ്രാധാന്യം. ജന്മം, ജനനത്തിനാണ് പ്രാധാന്യം. പ്രോമിനൻസ് ഈസ് ഫോർ ബർത്ത്. എന്നാൽ ഹ്യൂയോസിൽ വരുമ്പോൾ പ്രാധാന്യം അവിടെയുള്ളത് ഡിഗ്നിറ്റി ആൻഡ് ക്യാരക്ടർ. ഡിഗ്നിറ്റി ആൻഡ് ക്യാരക്ടർ ഓഫ് റിലേഷൻഷിപ്പ് ആണ് വരുന്നത്. ഇവിടെ ഒന്നാമത്തെ ഭാഗം ടെക്നോനിൽ വരുന്നത് ജനനത്തിനാണ് പ്രാധാന്യം. എന്നാൽ ഹ്യൂയോസിൽ നമുക്ക് ഉള്ളത് ആ ബന്ധത്തിന്റെ സ്വഭാവത്തിനും മാന്യതയ്ക്കുമാണ് പ്രാധാന്യം. ഒരു ബന്ധമുണ്ട്, ആ ബന്ധത്തിന്റെ സ്വഭാവം, ആ സ്വഭാവത്തിന്റെ മാന്യത. ഇപ്പോൾ തന്നെ ഇന്നലെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്തു. ഇപ്പൊ എല്ലാവരും എന്താ പറയുന്നത്? കോടതി ഉൾപ്പെടെ, കോടതിയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും ഒപ്പോസിഷൻ പാർട്ടീസും എല്ലാവരും ഉൾപ്പെടെ ഒരേപോലെ പറയുന്ന ഒരു കാര്യം എന്താണ്? മിസ്റ്റർ ശിവശങ്കർ ഡിഡ് നോട്ട് കീപ് ദ ഡിഗ്നിറ്റി ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് the esteemed post he was occupying. അദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനത്തിന്റെ മാന്യത അദ്ദേഹം കാത്തു സൂക്ഷിച്ചില്ല എന്നതാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത്. ഈ കേൾക്കുന്ന നമുക്കുമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും തോന്നിയിട്ടുള്ളത്. ബാക്കി എവിടെയൊക്കെ കുറ്റമുണ്ട് അതൊക്കെ കോടതി ചെയ്യട്ടെ, അത് നമ്മുടെ കാര്യമല്ല, നമുക്കതിലൊന്നും പറയാനും പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അദ്ദേഹത്തിന്റെ കസേരയുടെ മാന്യത കാത്തു സൂക്ഷിച്ചില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന കസേര എന്താണ്? ടെക്നോൻ എന്ന അവസ്ഥയിൽ വീണ്ടും ജനനത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കസേര ദൈവമക്കൾ എന്ന കസേരയാണ്. ആ കസേരയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, ആ പദവിയിൽ നാം ഇരിക്കുമ്പോൾ നമുക്ക് ഉള്ള ഉത്തരവാദിത്വം എന്താ?
ആ പിതാവിൻ്റെ ആ കുടുംബത്തിന്റെ ശ്രേഷ്ഠത സ്വഭാവത്തിൽ കൂടെ നാം കാത്തു സൂക്ഷിക്കുക, സ്വഭാവത്തിൽ കൂടെ നാം വെളിപ്പെടുത്തുക. നമ്മൾ കല്യാണം ഒക്കെ ആലോചിക്കുമ്പോൾ എന്തിനാ കുടുംബം നോക്കുന്നേ? ഇതാ വിഷയം. ഈ ഒരു വിഷയം അതിനകത്തുണ്ട്. ഇതിനകത്ത് ഞാൻ ജാതിയും മതവും ക്ലാസും കാസ്റ്റും ഒന്നും പറയുകയല്ല, പ്ലീസ് തെറ്റിദ്ധരിക്കരുത്. അതിലൊന്നും വിശ്വസിക്കുന്നയാളല്ല ഞാൻ. എന്നാൽ നമ്മുടെ നാട്ടുനടപ്പനുസരിച്ചൊരു കാര്യം പറയുകയാണ്. ആൾക്കാർ എന്തിനു കുടുംബം നോക്കുന്നു? അവരുടെ മാന്യത, നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുന്ന കുട്ടിയുടെ, അവരുടെ കുടുംബത്തിന്റെ മാന്യത നമുക്കൊക്കെ വലിയ വിഷയമാണ്. അതുപോലെ ഇവിടെ നാം ഹ്യൂയോസ് എന്ന ഭാഗം ചിന്തിക്കുമ്പോൾ അവിടെ ഉള്ളത് എന്താണ്? ഡിഗ്നിറ്റി ആൻഡ് ക്യാരക്ടർ ഓഫ് ദി റിലേഷൻഷിപ്പ്. വേറസ് ടെക്നോൻ, ദൈവമക്കൾ, ചിൽഡ്രൻ ഓഫ് ഗാഡ് എന്നതിനകത്ത് നാം കാണുന്നത് എന്തുമാത്രമാണ്? ജനനം, വീണ്ടും ജനനത്താൽ നമ്മൾ മക്കളായി തീരുന്നു. ഓക്കെ, രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ടെക്നോൻ. അതിനകത്ത് അതിന്റെ അർത്ഥം we become children of God. സ്തോത്രം. We become children of God. ടെക്നോൻ, അതിനകത്ത് നമ്മൾ ദൈവത്തിന്റെ മക്കളാകുകയാണ്. എന്നാൽ ഹ്യൂയോസിൽ നാം ദൈവത്തിന്റെ സൺസ് ഓർ ഡോട്ടേഴ്സ്, സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ആകുക, പുത്രന്മാരും പുത്രിമാരുമാകുകയാണ്. ടെക്നോണിനകത്ത് ചിൽഡ്രൻ, മക്കളായി തീരുന്നത് ഇറ്റ് ഈസ് ബൈ അഡോപ്ഷൻ. നമ്മൾ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ദത്തെടുക്കപ്പെടുകയാണ്. നാം ദത്തെടുക്കപ്പെടുകയാണ്. സ്തോത്രം. ദൈവം നമ്മെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുക. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. എടുത്തോ? എഫേസ്യ ലേഖനം 1-ന്റെ 5-ാമത്തെ വാക്യം, Ephesians 1:5. In love, he predestined us to be adopted as his sons through Jesus Christ in accordance with his pleasure and will. We are adopted into the family of God. God predestined us unto the adoption of children. സ്തോത്രം. നമ്മെ ദത്തെടുത്തു എന്നാണ് 5-ാം വാക്യം പറയുന്നത്. അതോടൊപ്പം എഴുതുന്നവർക്ക് വേണ്ടി പറയാം, റോമൻസ് 8:15, റോമർ 8:15 നാം അത് കാണുന്നുണ്ട്. ഗലാത്യ ലേഖനം 4:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലുമുണ്ട്. ഗലേഷ്യൻസ് 4:5-7. സ്തോത്രം. അപ്പോൾ ദത്തെടുപ്പിനാൽ നാം ദൈവത്തിന്റെ മക്കളായിട്ട് മാറുന്നു. എന്നാൽ by reproducing God's nature, we are approved as huios to theon. ദത്തെടുപ്പിനാൽ ദൈവമക്കളായിട്ട് നാം മാറുന്നെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാരെന്നെങ്ങനെയാ അറിയപ്പെടുന്നത്? ദൈവിക സ്വഭാവം നാം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവത്തിന്റെ പുത്രിപുത്രന്മാർ എന്ന് നാം അംഗീകരിക്കപ്പെടുകയാണ്. സ്തോത്രം. We are approved as huios by reproducing our father's nature. പിതാവിന്റെ സ്വഭാവത്തെ നമ്മൾ പ്രകടിപ്പിക്കുന്നതിനാൽ, വെളിപ്പെടുത്തുന്നതിനാൽ നാം
ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വെളിപ്പെടുത്തപ്പെടുന്നു, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നു. സ്തോത്രം. അടുത്തത് ടെക്നോൻ. ഒന്നാമത്തേത് ദൈവമക്കൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സ്പിരിച്വൽ റിലേഷൻഷിപ്പ്. ആത്മീക ബന്ധമാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. ആത്മീക ബന്ധമാണ്. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. ആത്മീയ ബന്ധമാണ് ദൈവമക്കൾ. സ്പിരിച്വൽ റിലേഷൻഷിപ്പ്. അതേസമയം ഹ്യൂയോസ്, പുത്രന്മാർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് നേച്ചർ. സ്വഭാവത്തിന്റെ നിലവാരമാണത്. ദാറ്റ് ഈസ് ദ ക്വാളിറ്റി ഓഫ് നേച്ചർ. നമ്മുടെ സ്വഭാവത്തിന്റെ സ്റ്റാൻഡേർഡാണ്, നിലവാരമാണ്, മേന്മയാണത്. സ്തോത്രം. വീണ്ടും ടെക്നോൻ, ദൈവമക്കൾ എന്ന് പറയുന്നത് that is a term of tender affection. A term of tender affection. വളരെ വാത്സല്യത്തോടെ ഉപയോഗിക്കുന്ന ഒരു പദമാണത്. സ്നേഹവാത്സല്യങ്ങളുടെ ഒരു പ്രകടനമാണ് ടെക്നോൻ എന്ന് പറയുന്നത്. അതിന് നല്ല ഉദാഹരണം യോഹന്നാനാണ്. യോഹന്നാൻ മിക്കവാറും എന്തോ നമ്മളെ വിളിക്കുന്നേ? കുഞ്ഞുങ്ങളെ എന്നാ വിളിക്കുന്നേ. കുഞ്ഞുങ്ങളെ, ചിൽഡ്രൻ. പപ്പായ്ക്കും മമ്മിക്കും ഒക്കെ പോലും സ്നേഹം കൂടുമ്പം നമ്മളെ വിളിക്കുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുകയായിരുന്നു, ഇത്രയും പ്രായമുള്ള എന്നെയും എൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുവായിരുന്നെ കുഞ്ഞേ എന്നാ. എന്നേക്കാൾ 10-20 വയസ്സിന് മൂത്തതാ എൻ്റെ ജ്യേഷ്ഠൻ. എൻ്റെ ചേട്ടനെയും അമ്മച്ചി വിളിക്കുമായിരുന്നത് കുഞ്ഞേ എന്നാ. എന്നേക്കാൾ കൂടുതലും ചേട്ടനെ ആയിരുന്നു കുഞ്ഞേന്ന് വിളിക്കുമായിരുന്നു. ചിലപ്പോ ചോദിക്കും, പിന്നെ ഒരു കുഞ്ഞിനെ കണ്ടില്ലയോ? പക്ഷെ അമ്മയ്ക്കോ അപ്പനോ സ്നേഹം കൂടുമ്പോൾ അവരാ വാത്സല്യത്തോടെ വിളിക്കുന്നതാ ആ കുഞ്ഞെ. നമ്മുടെ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് അവർക്കിട്ടിരിക്കുന്ന നിക്നെയിം അല്ലാതെ വേറെന്തെങ്കിലും ഒരു പേരും കൂടെ ഒക്കെ നമ്മൾ സ്നേഹം കൂടുമ്പോൾ വിളിക്കാറുണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ വിളിക്കും. സ്തോത്രം. അത് ടെക്നോന്റെയാ. പ്രത്യേകിച്ച് ഗുരുക്കന്മാർ അവരുടെ ശിഷ്യന്മാരെ വാത്സല്യത്തോടെ വിളിക്കുന്നത് ടെക്നോൻ എന്ന നിലയിലായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പലപ്പോഴും തിമോത്തിയോസിനെയും ഒക്കെ വിളിച്ചിട്ടുള്ളത് ടെക്നോൻ എന്ന നിലയിലാണ്. അതൊരു ടെൻഡർ അഫെക്ഷനേറ്റ് വൊക്കാബുലറിയാണ്, അല്ലെങ്കിൽ ഒരു അഡ്രസ്സിങ്, ഒരു സംബോധനയാണത്. സ്തോത്രം. യോഹന്നാൻ 21:5, ജോൺ 21:5. ഇനിയും വായിക്കേണ്ട സമയമില്ല, നമ്മുടെ സമയം തീർന്നു. അവിടെ പിന്മാറിപ്പോയ ശിഷ്യന്മാരെ തേടിച്ചെന്ന് യേശു കർത്താവ് അവരെ വിളിക്കുന്നത് എങ്ങനാ? എടാ പിന്മാറ്റക്കാരേതാണോ? അല്ല, കുഞ്ഞുങ്ങളെ എന്നാ വിളിക്കുന്നേ. സ്തോത്രം. ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ. സ്തോത്രം. ആ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വിളിക്കുന്ന ഒരു വിളിയാണ്. സ്തോത്രം. അതുപോലെ ഗലേഷ്യൻസ് 4:19, ഗലാത്യർ 4:19, അവിടെയും ഒത്തിരി പിന്മാറ്റം സംഭവിച്ച ഗലാത്യ സഭയെ പൗലോസ് സംബോധന ചെയ്യുന്നത് മൈ ലിറ്റിൽ ചിൽഡ്രൻ,
എൻ്റെ കുഞ്ഞുങ്ങളേന്നാ പൗലോസ് വേദനപ്പെട്ട് വിളിക്കുക. സ്തോത്രം. സ്നേഹത്തോടെ വിളിക്കുക, വഴക്ക് പറയുക. വഴക്ക് പറയുന്നതിനിടയിലും നിങ്ങളോടുള്ള എൻ്റെ അഫെക്ഷൻ, നിങ്ങളോടുള്ള എൻ്റെ വാത്സല്യം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നു. ഞാൻ ചിലപ്പം കുഞ്ഞുങ്ങളെ, മക്കളെ വഴക്ക് പറയുമ്പം നല്ല ദേഷ്യമുണ്ട്, ശരിക്കും അവരെ വഴക്ക് പറയാ. എന്നാൽ വഴക്ക് തന്നെ ഇടയ്ക്ക് വിളിക്കുന്നത് മക്കളെന്നാ എന്ന് പറഞ്ഞാൽ, വഴക്ക് പറയുമ്പോഴും they should understand, they should know that they are still in our love. ആ ഒരു അഫെക്ഷൻ ഇപ്പോഴും ഉണ്ടെന്നവർ അറിയണം. അതിനുവേണ്ടിയാ. അപ്പോൾ അങ്ങനെയാണ് യോഹന്നാൻ വിളിക്കുന്നത്. നമുക്കറിയാം 1 യോഹന്നാൻ, ഒത്തിരി ഭാഗത്തുണ്ട്, 1-2 മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 1 യോഹന്നാൻ 2:1, 12:28. 1 John chapter 2 verse 1, 12, 28. അവിടെയൊക്കെ നമ്മൾ കാണുന്നത്, സ്തോത്രം, എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് യോഹന്നാൻ വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഒരു അഫെക്ഷൻ, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ് അവിടെ വിഷയം. അതേസമയം ഹുയോസിനകത്ത് വരുന്നത് അങ്ങനത്തെ ഒരു അഫെക്ഷൻ അല്ല. അവിടെ പറയുന്ന ഒരു ഡിഗ്നിറ്റിയാ, അവിടെ ഒരു ഓണറാണ്. ഇവിടെ അഫെക്ഷൻ ആണെങ്കിൽ മറ്റേടത്ത് വരുന്നത് ഓണർ, ഒരു ആദരവാ, ഒരു സ്ഥാനമാണ് അവിടെ വരുന്നത്, ഒരു പദവിയാണ് അവിടെ വരുന്നത്. ആ ഉന്നത നിലവാരത്തിലിരിക്കുന്ന അപ്പന്റെ പ്രൗഢിക്കത്ത്, അവന്റെ ആദരവിനൊത്ത് മകനും ആ നിലയിൽ തന്നെ നിൽക്കുന്നു. സ്തോത്രം. അത് പദവിയാ, ഡിഗ്നിറ്റിയാണ് അവിടെ വിഷയം, പ്രിവിലേജ് ആണ് അവിടെ വിഷയം. അവിടെ ഒരു സ്റ്റാൻഡേർഡാ, ഒരു നിലവാരമാണ് അവിടുത്തെ വിഷയം. സ്തോത്രം. ഇന്ന് നമുക്കിവിടെ നിർത്താം. ബാക്കി ഭാഗം കർത്താവിന്റെ വരവ് താമസിച്ച നാളെ ആകാം. ഇത് തീർന്നില്ല. സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി ഈ 2 അവസ്ഥകളിലും ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുക. ആദ്യം നമുക്ക് ലഭിച്ചത് എന്താണ്? ദൈവമക്കൾ എന്ന പദവിയാണ്. നമ്മൾ അതിന് യോഗ്യർ അല്ലായിരുന്നു, നാം അതിന് യോഗ്യരായിരുന്നില്ല. പക്ഷേ ദൈവം നമുക്ക് തൻ്റെ മക്കളാകാൻ അവകാശവും അധികാരവും തന്നു. എങ്കിൽ നമ്മുടെ ഒബ്ലിഗേഷനാണ്, നമ്മുടെ കടമയാണ് നമ്മുടെ അപ്പന്റെ സ്വഭാവത്തിനും നിലവാരത്തിനുമൊത്ത് ജീവിക്കുക എന്ന് പറയുന്നത്. അത് നമ്മുടെ കടമയാണ്. സ്തോത്രം. നമ്മുടെ അപ്പന്റെ കുടുംബത്തിന്റെ നിലവാരം നിലനിർത്തുക. സ്തോത്രം. നമ്മുടെ പേരിനോട് ചേർത്ത് കുടുംബപ്പേരുമൊക്കെ ഇടുന്നതും അതിൻ്റെ അർത്ഥത്തിലാണ്. അതാത് കുടുംബത്തിന്റെ ഓരോ നിലവാരമുണ്ട്, അത് അവർക്ക് എപ്പോഴും ഓർമ്മ വേണം. നമ്മൾ ആരുടെ മക്കളാണെന്ന് നമുക്ക് ഓർമ്മ വേണം. സ്തോത്രം. സൗജന്യമായി ദൈവം നമ്മളെ ദൈവത്തിന്റെ വീട്ടിലേക്ക് ദത്തെടുത്തത്. We are adopted into the family of God. We are affectionately loved by our Father. സ്തോത്രം. നമ്മുടെ ദൈവം നമ്മെ, പ്രൈസ് ഗാഡ്, വളരെ വാത്സല്യത്തോടെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിലും നമുക്ക് ലഭ്യമായിരിക്കുന്ന ദൈവമക്കൾ എന്ന പദവിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ തന്നെ കർത്താവേ, അങ്ങനെക്ക് നൽകിയിരിക്കുന്ന അങ്ങയുടെ മകനെന്നും അങ്ങയുടെ മകളെന്നുമുള്ള, ചൈൽഡ് എന്നുള്ള, അങ്ങയുടെ ചിൽഡ്രൻ എന്നുള്ള, സ്തോത്രം, ആ സ്നേഹ സ്ഥാനത്തിനൊത്ത് കർത്താവേ അങ്ങയുടെ സ്വഭാവത്തെ എന്നിലൂടെ
വെളിപ്പെടുത്തുവാൻ എനിക്ക് കൃപ തരുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാമല്ലോ.